ഹായ്. അപ്പം ഇന്ന് നമ്മുടെ 45ാമത്തെ ദിവസമാണ്. ചൈനയിൽ 45 ദിവസമായി. ചൈനയിൽ നിന്നല്ല, ഞങ്ങൾ അവിടുന്ന് UK നിന്ന് പോന്നിട്ട് 45 ദിവസമായി. ദുൻമട്ടിൽ നിന്ന് ച്യോച്ചെ ഇച്ചിരി ഗുരുമാല പറയാം. അപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ പോകുന്നിടത്തുനിന്ന് ഏതാണ്ട് 155 കിലോമീറ്ററാണ്. ഇന്നത്തെ യാത്ര ഞങ്ങളുടെ കല്ലും മുള്ളും കുഴിയും നിറഞ്ഞ യാത്രയാണ് കൂടുതൽ. മൊത്തം വഴിപ്പണിയും അതുപോലെ പല നമുക്ക് കാണാം. ഈ റോഡിൻ്റെ അവസ്ഥ ടാറിട്ട റോഡൊന്നും അല്ല. ടാറിട്ട റോഡ് ആ ലെഫ്റ്റ് സൈഡിലുണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പുതിയ റോഡ് പണിയുന്നതിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള വഴികളാണ് കൂടുതൽ എന്നാ കേട്ടെ. സോ വെരി ചലഞ്ചിങ് ഡ്രൈവിംഗ് ആണ് ഇന്നത്തെ. ഇതൊരു ചെക്ക് പോസ്റ്റാണ്, പോലീസ് ചെക്കിംഗ് ഉണ്ട് ഇവിടെ. ഇതിനെ ഒത്തിരി പോലീസ് ചെക്കിങ് എല്ലായിടത്തും ഉണ്ട്. മുട്ടിന് ചെക്ക് പോസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഫോറിൻ വണ്ടി ആകുമ്പം എല്ലാ പേപ്പേഴ്സും എല്ലാവരും ചെക്ക് ചെയ്യും. എവിടെ ചെന്നാലും ഒക്കെ ചെക്ക് ചെയ്യും. ചെറിയ വഴിയാണ്, രണ്ട് മലകൾക്കിടയിലൂടെയുള്ള ചെറിയ വഴി. ആഹാ, ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള എല്ലാ നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്ലേസസ് ആണ് ഇനിയുള്ളത് മുഴുവൻ. അതുപോലെ തന്നെ ശ്വാസതടസ്സത്തിനും ഓക്സിജനും ഒക്കെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ രാവിലെ എല്ലാവരും ചെറിയൊരു ഡോസ് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഓക്സിജൻ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ശ്വാസം എടുക്കാൻ പോവാ, ഫോട്ടോ എടുക്കാൻ പോവാ, വീഡിയോ എടുക്കുമെന്ന് അറിയാൻ പാടില്ല മുന്നോട്ടുള്ള യാത്രയിൽ. അതുകൊണ്ട് ഇപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചേക്കാന്ന് വിചാരിച്ചു, കുറച്ച് വീഡിയോ ഒക്കെ. ഓ എൻ്റെ പൊന്നോ തന്നെ അത് അരിയോ ഉണ്ട്. വീണ്ടും വഴി, ആ നല്ല വഴി എന്തിനു ബ്ലോക്ക് ചെയ്തു കഴിയുമ്പോൾ അത് മണ്ണിടിഞ്ഞു കാണും ചിലപ്പോൾ. അപ്പോൾ ഇതുപോലൊക്കെ റോഡ് എവിടേക്കും അല്ല മണ്ണ് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ ട്രെയിന് കൊണ്ടത്. ആഹാ, ഗുഡ്സ് ട്രെയിനാണ്. ഇതെന്നാ മലയാ, ഇതൊരു ഭയങ്കര മലയാണ്. എല്ലാം വഴിയുടെ പണി കാണിക്കുന്നുണ്ടല്ലോ. ടെമ്പററി വഴിയാണ് ഇതെല്ലാം. എങ്കിലും പോയിട്ട് നമ്മുടെ ഈ നാവിഗേറ്റർ, ചൈനയുടെ നാവിഗേറ്റർ, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഗൂഗിൾ മാപ്പ് അല്ല ഇത്, ചൈനയുടെ ഓൺ മാപ്പാണ്. എ മാപ്പ് എന്നാണ് അതിന് പറയുന്നത്. അത് എത്ര അക്യുറേറ്റ് ആണെന്ന് നോക്കിയ, അത് ഭയങ്കര അക്യുറേറ്റ് ആണ്. അതായത് പുതിയത് ഇതിപ്പോൾ ടെമ്പററി ആയിട്ട് അവർ പണിതൊരു വഴിയാണിത്. പക്ഷെ എന്നാൽ പോലും അതുവരെ കാണിക്കുന്നുണ്ട് നാവിഗേറ്ററിൽ. ഇത് അവിടെ ആ പാലം പണിത് തുടങ്ങി. അവിടെ എന്തോ വഴിക്കുന്ന കംപ്ലൈൻറ്റ് കാരണം പുതിയ പാലൊക്കെ പണിത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു റൗണ്ട് ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ആ പാലത്തെ കൂടെ വരാം, പുതിയ റൂട്ടിൽ കൂടെ വരാം. അന്ന് ഈ പൊടിയൊന്നും കാണിയെന്ന് വിശ്വസിക്കാം. പക്ഷേ മലയാണ്, മലമ്പ്രദേശമാണ്, മണ്ണിടിച്ചിലുണ്ട്. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും ഇനിയും ഇതുപോലെ
ഇതൊക്കെ ഉണ്ടാവും. ഗോൾമുട്ടിൽ നിന്ന് ടുവേഹയിലേക്കുള്ള റോഡാണ്. അതായത് നിയർലി ടിബറ്റിലേക്കുള്ള റോഡ്. ഏതാണ്ട് 300 എത്ര ഉണ്ടായിരുന്നു? 370 കിലോമീറ്റർ എനിക്ക് ഫുള്ള് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 7-8 hours ഡ്രൈവിംഗ് ഉണ്ട്. ഇതാണ് അവസ്ഥ. ഫുള്ള് റോഡ് പണി ആണ്. ഓൾമോസ്റ്റ് ഒരു 90% റോഡ് ഇങ്ങനെയാണ്. 10% ഉള്ളൂ പഴയ റോഡുള്ളൂ. ബാക്കി മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ആണെന്നറിയില്ല. കുറച്ച് പണിയാനുള്ള ഇത് ഞാൻ പറഞ്ഞ അവരോട് കുറച്ച് പണിയാവുള്ളൂ. പക്ഷെ അവർ കേട്ടില്ല. അവർ മൊത്തം പൊളിച്ചു. എന്താ പറയാനാ, ഇതാണ് അവസ്ഥ. വണ്ടി കാണുന്ന ലോറി ഇട്ട് എല്ലാം കയറി മൊത്തം വാരി കുലുങ്ങി ശരീരം മുഴുവൻ വേദനയും, ആ കൂടുതൽ ഓക്സിജൻ പ്രോബ്ലം, ശ്വാസം കിട്ടാത്ത പ്രോബ്ലം, തലവേദന, ലാക്ക് ഓഫ് ഓക്സിജൻ. എനിവേ അതൊന്നും പറയണ്ട. ഈ ഒരു ട്രിപ്പ് ഒരു സാഹസികത നിറഞ്ഞ ട്രിപ്പ് തന്നെയായിരുന്നു. ഇതുപോലെ അനങ്ങിയൊക്കെയാണ് പോണത്. 370-350 കിലോമീറ്റർ പോകാന്ന് പറഞ്ഞത് അത്ര നിസ്സാരമൊന്നുമല്ല. ഇങ്ങനെ കുലുങ്ങി എനിവേ വി ആർ എൻജോയിങ്. ഞങ്ങൾക്ക് കുറച്ച് ഓക്സിജനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. ഞങ്ങൾ ഓക്കെയാണ്. എനിവേ കുഴപ്പമില്ല. രാവിലെ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് പോകുന്നത് കൊണ്ട്, ടാബ്ലറ്റ് അല്ല ലിക്വിഡാണ് കഴിച്ചല്ലേ. ഞങ്ങൾക്ക് കിട്ടിയത് ലിക്വിഡാണ്. വേറെ ഞങ്ങൾ ഓക്സിജൻ സപ്പോർട്ട് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഡാമോക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെ പേരാണ്. അതും കഴിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും തലവേദനയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ബട്ട് സ്റ്റിൽ ഷോ മസ്റ്റ് ഗോ ഓൺ. അതുപോലെ തന്നെ ഡ്രൈവ് മസ്റ്റ് ഗോ ഓൺ. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിക്ചർ അബിബി ബാക്കി ഹേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ അക്കോമഡേഷനായ ടുവ ഹേ എന്ന സിറ്റിയിലെത്തി. അവിടെ ഞങ്ങൾ ഹോട്ടൽ ഞങ്ങൾക്ക് റെഡിയായി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഓക്സിജൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ വന്ന് ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ ബെഡ്റൂമിലുള്ള. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ പൈപ്പും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് അതിന് സെറ്റ് ചെയ്യുക. അതിനിത് ഞാൻ നമ്മുടെ ഷോയ് ചേട്ടനെ ഇപ്പോൾ ഡമ്മി ആക്കിയിട്ടുണ്ട്. പേഷ്യൻ്റ് ഒന്നുമല്ല, ഇത് ഇവിടുത്തെ ഒരു മാൻഡേറ്ററി ആണ്. ഇവിടെ എല്ലാവർക്കും രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് ആവശ്യമാണ്. പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പം ഇല്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളിപ്പം യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിത് വെക്കുന്നത് എപ്പോഴും സേഫ് സോണാണ്. അപ്പോൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് കൂളാക്കി ഉറങ്ങുക. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. തേക്കിനാവ് കാണാതിരിക്കുക. രാത്രിയിൽ ഇതൊന്നും പിടിച്ച് വലിച്ചു പറിക്കരുത്. അപ്പം ഓക്കെ, അപ്പോൾ സേഫായിട്ട് ഉറങ്ങുക. ഓക്കെ, ഗുഡ് നൈറ്റ്. സാവു ഓൾറെഡി കിടന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ സിസ്റ്റം. ഓൾ റൈറ്റ്. ഓക്കെ.